അല്ല, ഞാൻ വന്ന ഉടനെ പ്രതികരിച്ചു. ഞാൻ പാലക്കാടിന്റെ ഇപ്പോഴത്തെ MP യോടും വരാൻ പോകുന്ന MLA യോടും പറഞ്ഞിട്ടുണ്ട്, പഴയ MLA ഒന്ന് മൈൻഡ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ല, ഞാൻ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സെറ്റാണ് ആണല്ലേ. അത് പിന്നെ ഔദ്യോഗികമായിട്ടുള്ള ഗാനങ്ങൾ ഞങ്ങൾ പുറത്തിറക്കാൻ പോകുന്നേ ഉള്ളൂ. ആവേശത്തിൽ കുറേ ഗാനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. മുക്കോളി ഇന്നലെ തന്നെ സെറ്റാണ്. രാത്രി തന്നെ പുറത്ത് വിട്ടണം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് മുക്കോളി അവിടെ വന്നത്. മുക്കോളി ഇലക്ഷനും പാടിയിട്ടുണ്ടായിരുന്നു, അതും ഹിറ്റായിരുന്നു, ഇതും ഹിറ്റാവും. അതിനിപ്പോ ഈ ഹോള് കടന്ന് കുറച്ച് കഴിഞ്ഞാൽ അറിയാലോ. ഞങ്ങൾക്ക് എല്ലാ മേഖലയിൽ നിന്നും നല്ല റെസ്പോൺസ് അല്ലേ കിട്ടിയത്. അതിന്റെ ഒരു പ്രതികരണം വോട്ടിങ്ങിലും ഉണ്ടാവുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആദ്യ റൗണ്ട് മുതൽ ലീഡ് ഉണ്ടാവും. അല്ല, ഇപ്പൊ 2021 കമ്പയർ ചെയ്യുമ്പോൾ അത്തരം ഒരു സ്റ്റിഫായിട്ടുള്ള ഒരു സാഹചര്യം നേരിട്ടൊരു അനുഭവം ഫീൽഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല, ആളുകളുടെ പ്രതികരണത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. അന്ന് മെട്രോമായി മത്സരിക്കുമ്പോൾ നമുക്കത് അനുഭവപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഉണ്ടായിരുന്നവർക്ക്. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, നല്ല ഭൂരിപക്ഷം ജയിക്കും. നമുക്ക് 12 മണിക്ക് കാണാം. 100% വിജയം എന്നുള്ളതാണ് UDF-ന്റെ ആത്മവിശ്വാസം. ജനാധിപത്യ പാലക്കാടിന് പുത്തൻ സൂര്യോദയം എന്നുള്ളതായിരുന്നു സരിന്റെ ആത്മവിശ്വാസം. കൃത്യമായി ഭൂരിപക്ഷം പറഞ്ഞ് വിജയമല്ലാതെ ഒന്നും വേണ്ടിയേക്കില്ല എന്ന് രാവിലെ ശ്രീകൃഷ്ണകുമാറും പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും ഒക്കെ ആത്മവിശ്വാസം.